ഹായ്, എല്ലാവർക്കും നിംഷാസ് കിച്ചൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് പ്രിപ്പറേഷൻ, അതുപോലെയുള്ള മോർണിംഗ് റൂട്ടീൻ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നേരം വൈകി ഒരു 5:45 കഴിഞ്ഞു കേട്ടോ കിച്ചണിലേക്ക് എത്തിയപ്പോൾ തന്നെ. ശരിക്കും പറഞ്ഞാൽ രാത്രി ഉറക്കം പ്രോപ്പറാവാത്തത് കാരണം തന്നെ രാവിലെ എഴുന്നേൽക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. മോന് പനിയാണ്. അപ്പം രാത്രി ടെമ്പറേച്ചർ കൂടുതലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ എനിക്കുണ്ടെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല കോൾഡും ചുമയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രാവിലെ എണീറ്റ് ഇഞ്ചി, വെളുത്തുള്ളി, സവോളയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കണം. ശരിക്കും പറഞ്ഞാൽ തലേദിവസം സമയം ഉണ്ടെങ്കിൽ ഈ വെളുത്തുള്ളി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തൊലി കളഞ്ഞ് വയ്ക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പകുതി പണി കുറവാണെന്ന് തന്നെ പറയാം. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 സവാള, 2 മീഡിയം സൈസിലുള്ള സവാളയും ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ എന്ന് പറയുന്നത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ കറിയുടെ ഗ്രേവി നല്ല തിക്കായിട്ടും ഒക്കെ തന്നെ പെട്ടെന്ന് വരും കേട്ടോ. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ചൂച്ചുവിന് പനിയായ കാരണം ഇന്ന് എക്സാമിന് പോകുന്നില്ല. അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നന്ദുവിന് പക്ഷേ സ്കൂളിലേക്ക് പോകണം. അപ്പോൾ നന്ദുവിന് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അതുപോലുള്ള കാര്യങ്ങൾ, സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഞാനിവിടെ പനീർ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനൊരു 200 ഗ്രാം പനീർ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പനീർ വേണമെന്നുണ്ടെങ്കിലും അത് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ കടലമാവ് ഉണ്ടല്ലോ, കടലമാവ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം. പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ്. അതിന് ശേഷം ഇതിൻ്റെ നന്നായിട്ട് റോസ്റ്റായിട്ട് വരണം ആ ഒരു കടലമാവ് കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു പച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വെന്തിട്ടുണ്ടാവില്ല നമ്മൾ പനീർ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, അങ്ങനത്തെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, പനീറിലേക്ക് മാത്രമുള്ളത് ഇപ്പോൾ ചേർത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നൊരു കറിയാണ്. ഞാൻ പറഞ്ഞുള്ളൂ നേരം വൈകിയില്ല. അപ്പോൾ നേരം വൈകിയ സമയത്തൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഇതിപ്പോൾ ഒന്ന് കറക്റ്റായിട്ടൊന്ന് പച്ചമുളക് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പനീർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പനീർ ഓവറായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു സോഫ്റ്റ് ടെക്സ്ചർ തന്നെ നിലനിൽക്കണം. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മസാലകളൊക്കെ പനീറിലേക്ക് ഒന്ന് പിടിക്കും. അതുപോലെ നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് പനീറൊന്നും ഉടഞ്ഞു പോവില്ല. അങ്ങനെ 2 ഗുണങ്ങളുണ്ട് കേട്ടോ. ഒന്നുകൂടി ടേസ്റ്റി ആയിട്ടും വരും. ഒരു പനീറിൽ മസാല പിടിക്കാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഇനി ഞാനിവിടെ ഒരു വെജിറ്റബിൾ ചോപ്പറിലേക്ക് ബാക്കിയുള്ള വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണേ. രാവിലെ തന്നെ അല്ലെങ്കിൽ കത്തി വെച്ച് മുറിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയത്തിന് പോകും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല ചെറുതായിട്ട് തന്നെ വെളുത്തുള്ളി മുറിച്ചെടുക്കാൻ പറ്റും. ഇനി ഞാനിവിടെ ബട്ടർ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ സോൾട്ടഡ് ബട്ടർ ആട്ടോ, ഏത് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ വെളുത്തുള്ളി മുറിച്ചതിലേക്ക് സോൾട്ടഡ് ബട്ടർ ഞാൻ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ബട്ടർ ഒരു നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചറിലായിരിക്കണം ഇരിക്കേണ്ടത്. അപ്പോൾ കുറച്ച് സമയം കൂടി ഞാൻ പുറത്ത് വയ്ക്കണം, നമ്മൾ മാവൊക്കെ കുഴച്ചെടുക്കണം ആ ഒരു സമയം. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ പനീർ കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ സെയിം കടായിൽ തന്നെ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ ഇതിലേക്ക് ഇനി ഒഴിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, സവാള അതിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ പച്ചയ്ക്ക് അരച്ചെടുത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ പച്ചമണം നന്നായിട്ടുണ്ടാവും. നന്നായിട്ട് കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴച്ചെടുക്കണം കേട്ടോ.
ആദ്യം കുറച്ച് സമയമൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ മാറിയതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോഴേക്കും പിന്നെ ഞാനിവിടെ ഗോതമ്പ് പൊടി കുഴച്ചെടുക്കാൻ പോകുന്നു. ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയും അതുപോലെ ഉപ്പും ചേർത്തിട്ട് സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കുഴച്ചങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കൽ കാര്യങ്ങളൊക്കെ കഴിയുമല്ലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചപ്പാത്തി അല്ല കേട്ടോ, ഒരു പറാട്ടയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ഗാർലിക് പറാട്ടയാണ് തയ്യാറാക്കുന്നത്. ബട്ടർ ഗാർലിക് പറാട്ട എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, ഗാർലിക്കിൻ്റെ ഫ്ലേവർ, ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിത് ഇവിടെ നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ കുഴച്ച് ഉരുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും മല്ലിയില നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ച് ഒന്ന് വെക്കാൻ നമുക്ക് കറിയിലേക്ക് ആവശ്യമുണ്ട്. അതുപോലെ ഈ പറാട്ടയിലേക്കും മല്ലിയില ആവശ്യമുണ്ട്. നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഈ ഒരു പറാട്ടയ്ക്ക് മല്ലിയില കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മസാല കറക്റ്റായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണ കുറവാണെങ്കിൽ നിങ്ങളിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിനുശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി അതുപോലെയുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് പച്ചമണം മാറണ വരെ, ആ പൊടികളുടെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മിക്ക പനീറിൻ്റെ റെസിപ്പികൾ നമ്മൾ ചെയ്യണ സമയത്ത് തക്കാളി ആയിരിക്കും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തക്കാളിക്കൊക്കെ നല്ല വിലയല്ലേ. അപ്പോൾ തക്കാളി ഇല്ലാതെ നമുക്ക് എങ്ങനെ ഒരു പനീർ കറി ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത് കേട്ടോ. പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറിയാണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനൊരു 1 കപ്പ് തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഒരുപാട് പുളിയുള്ള തൈരല്ല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഒന്നില്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ തൈര് നന്നായിട്ട് പിരിഞ്ഞു പോകട്ടാം. പിന്നെ പെട്ടെന്ന് തന്നെ ഇളക്കിയും കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തൈര് ചേർക്കുമ്പോൾ ഈ ഒരു കറിയുടെ ടെക്സ്ചർ തന്നെ ശരിക്കും പറഞ്ഞാൽ മാറി. അപ്പോൾ അതിനുശേഷം ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം മാത്രമാണ് ഞാനിനി ഫ്ലെയിം വീണ്ടും ഓൺ ചെയ്ത് കൊടുക്കണത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണ സമയത്ത് പിന്നെ ഒരെണ്ണം മാത്രം നമുക്ക് അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് തുടങ്ങണം. ആ സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത പനീറും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഒന്ന് എന്താ പറയുക, എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞ് വരണ ഒരു സ്റ്റേജ് വരും. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം കേട്ടോ. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ്. അപ്പോൾ നമ്മുടെ പനീർ കറി റെഡി ആയിട്ടുണ്ട്. തക്കാളി ഒന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും ഇതുപോലുള്ള പറാട്ടകളുടെ കൂടെയൊക്കെ ആണെങ്കിലും അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ആ ഒരു സമയം കൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കുന്നത്. ദോശമാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദോശയാക്കാമെന്ന് വിചാരിച്ചു. നേരം വയ്ക്കൊക്കെ എണീക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ദോശയൊക്കെ ആകുമ്പോൾ നല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. നല്ല എണ്ണയൊക്കെ ഒഴിച്ച് എടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ഒഴിച്ചല്ല ദോശയ്ക്ക് ഒരു റിയലായിട്ടുള്ളൊരു ടേസ്റ്റ് വരുള്ളൂ നല്ലെണ്ണ ഒഴിക്കുമ്പോഴല്ലേ. അല്ലെങ്കിൽ പിന്നെ നെയ്യ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാനൊരു വലിയൊരു ഉണ്ട ചപ്പാത്തി മാവ് എടുത്തിട്ടുണ്ട്. പറാട്ടയ്ക്ക് ആകുമ്പോൾ കുറച്ച് ചപ്പാത്തീനേക്കാളും ഒരു ഡബിൾ സൈസിലൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ചൊന്ന് പരത്തി ഇതുപോലെ വട്ടത്തിൽ. അതിനുശേഷം ഈ വട്ടത്തിൽ പരത്തിയതിൻ്റെ ഒരു പകുതി ഭാഗത്ത് നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ബട്ടറും വെളുത്തുള്ളിയും കൂടി ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാനുണ്ട്. അതാണ് സ്പ്രെഡ് ആവാൻ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തു. അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്തെടുക്കണം. ഒരിക്കലും ബട്ടർ നിങ്ങൾ മെൽറ്റ് ചെയ്തെടുക്കരുത്. ബട്ടർ മെൽറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് ലൂസായിട്ട് മാറുമല്ലോ. പിന്നെ മുറിച്ച് വെച്ച മല്ലിയില ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കണമെന്നില്ല, നമ്മളിത് അടയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രസ്സായിട്ട് വരുമല്ലോ. അതിനുശേഷം ക്ലോസ് ചെയ്യുക ഈ ഒരു രീതിയിൽ. പിന്നെ ഈ ഒരു ഭാഗത്തും നമുക്ക് ഈ ബട്ടറിൻ്റെയും വെളുത്തുള്ളിയുടെയും മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വീണ്ടും നേരത്തെ ചെയ്ത പോലെ മല്ലിയില ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഗോതമ്പ് പൊടിയിൽ മുക്കിയിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. ട്രയാങ്കിൾ പറാത്ത എന്നുള്ള രീതിയിൽ തയ്യാറാക്കി വരുമ്പോൾ 4 ലേയേഴ്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ദോശ ഒന്ന് നോക്കുന്നുണ്ട്. ദോശ റെഡിയായിരുന്നു. ദോശ റെഡി ആയിട്ടില്ല, ഒന്നും കൂടി ക്രിസ്പി ആയിട്ട് വരണം. നന്ദുവിന് വേണ്ടിയിട്ടാണ് ഈ ദോശ ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ നന്ദുവിന് നല്ല പേപ്പർ റോസ്റ്റ് ഉണ്ടല്ലോ, ക്രിസ്പി ആയിട്ടുള്ള പേപ്പർ റോസ്റ്റിനോടാണ് താല്പര്യം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ട്രയാങ്കിൾ പറാത്ത ആ ഒരു ഷേപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നാക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒരുപാട് തിക്കായാലും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ആവശ്യത്തിനുള്ളൊരു തിക്നെസ് അത്ര തന്നെ മതി. ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ പറാട്ട എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരെണ്ണമൊക്കെ കഴിച്ചാൽ അതിന് അത്യാവശ്യം നല്ല ഹെവിയാണ്.
നമ്മൾ 2 ചപ്പാത്തി ഒക്കെ കഴിക്കുന്നതിന് ഈക്വലൻ്റ് ആണ്. പിന്നെ ബട്ടർ എന്ന് പറയുമ്പോൾ ബട്ടറും അത്യാവശ്യം ഹെവിയാണല്ലോ. അപ്പോൾ അത് ഒരു മല്ലിയിലയുടെ ഫ്ലേവർ, വെളുത്തുള്ളിയുടെ ഫ്ലേവർ എല്ലാം കൂടി ആകുമ്പോൾ ശരിക്കും നല്ല അടിപൊളിയാണ്. ബട്ടറിൻ്റെ ഫ്ലേവർ ഒക്കെ ആകുമ്പോൾ ഇപ്പോൾ അത് ഇതുപോലെ അങ്ങോട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ദോശയൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റിയതിന് ശേഷം അടുത്ത ദോശ നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുക. നല്ല കനം കുറച്ച് തന്നെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ദോശയുടെ കൂടെ ഇന്നിപ്പോൾ എന്താ പറയുക, ഇഡലിപ്പൊടി ഉണ്ടല്ലോ, അതാണ് കഴിക്കുന്നത്. നന്ദുവിൻ്റെ ഫേവറേറ്റ് ആണ് ഇഡലിപ്പൊടി. ഇഡലിപ്പൊടി ഞാൻ വീട്ടിലുണ്ടാക്കാനാണ് ചെയ്യാറ്. അതായത് കഴിയുന്നതിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കി വയ്ക്കണം ചെയ്യാറ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ദോശയും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ കഞ്ഞി ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞല്ലോ ചോദിച്ചതിന് പനിയാണ്, അപ്പോൾ പൊടിയരി കഞ്ഞി ഉണ്ടാക്കണം. ഇഡ്ലിപ്പൊടിയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് നന്ദൂരും എടുക്കണം. നന്ദു അപ്പോഴേക്കും റെഡിയായി, കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ പറാട്ടയും റെഡിയായി. ഞാൻ തവ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. ചൂടായ തവയിൽ നമുക്ക് ഈ ഒരു ബട്ടർ ഗാർലിക് പറാട്ട ഇട്ടതിന് ശേഷം ഒരു ഭാഗം ഒന്ന് വേവിച്ചെടുക്കുക, പിന്നെ തിരിച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ എന്താ പറയുക, 2 ഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കട്ടെ. ഇനിയിപ്പോൾ ഇതിൽ എണ്ണയോ ബട്ടറോ നെയ്യോ ഒന്നും തന്നെ ഞാൻ ഉപയോഗിക്കുന്നില്ല, അല്ലാതെ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്കും ഞാൻ അടുത്ത പറാട്ടയൊക്കെ ഒരെണ്ണം പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോന്ന് റെഡി ആകുമ്പോഴേക്കും അടുത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ചൂച്ചി എണീറ്റ് വന്നു. അപ്പോൾ ചൂച്ചിന് വേണ്ടിയിട്ട് ദോശ മതി എന്ന് പറഞ്ഞു. കഞ്ഞി വേണ്ട, ദോശ മതി എന്ന് പറഞ്ഞിട്ട് ദോശ ഉണ്ടാക്കണം. ഇവിടെ ബാംഗ്ലൂരൊക്കെ നമ്മൾ ഡോക്ടേഴ്സിനെയൊക്കെ കാണിക്കുമ്പോൾ അവർ ദോശ, ഇഡലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പനിയുള്ള സമയത്തൊക്കെ കൊടുക്കാൻ പറയും. നമ്മുടെ നാട്ടിൽ പക്ഷെ പൊതുവെ അങ്ങനെ കണ്ടിട്ടില്ല. പുറത്താണെങ്കിൽ നല്ല മഴയാണ്. അപ്പോൾ നല്ല ചൂടുള്ള പിസ്സ, ചിക്കൻ ബോൾസ് ഒക്കെ നല്ല അടിപൊളിയാണ്. ഇപ്പോഴാണെങ്കിൽ ഡോമിനോസിന്റെ ചിക്കൻ ബോൾസ് അങ്ങനെ കിട്ടാറില്ല. ഞങ്ങൾ പല പ്രാവശ്യം ഓർഡർ ചെയ്തിട്ട് കിട്ടാറില്ല. ഈ പ്രാവശ്യം എന്നുണ്ടെങ്കിൽ ഒരെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ. മിക്കപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇതുപോലത്തെ ബോൺലെസ് ചിക്കൻ വിങ്സ് ഒക്കെ കിട്ടും. പക്ഷെ ഇതൊന്നും അത്ര ടേസ്റ്റ് ഇല്ല. ആഴ്ചയിലുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളെന്താ ഓർഡർ ചെയ്തത്, പെപ്പർ ബാർബിക്യൂ പിസ്സ, പിന്നെ ചിക്കൻ സോസേജ് പിസ്സ, ചിക്കൻ വിങ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പെരിപ്പേരി, ഗാർലിക് ബ്രെഡ്, എന്താ പറയുക, ചിക്കൻ ചോക്കോലാവ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ചിക്കൻ മീറ്റ് ബോൾസ് പെരി പെരി സീസണിങ്. അപ്പൊ ഇന്നത്തെ വൈകിട്ട് രാത്രി ഇതാവാന്ന് വിചാരിച്ചു ഡിന്നർ. എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഗോൾഡും എന്താ പറയുക തീരെ വയ്യ. അപ്പോൾ ഇന്നുണ്ടാക്കിയ തക്കാളിയൊന്നും ചേർക്കാത്ത പനീർ കറിയും അതുപോലെ ഈ ഒരു ബട്ടർ ഗാർലിക് പറാത്തിയും തയ്യാറാക്കി നോക്കുക. പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോണ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കാണെങ്കിലും വളരെയധികം ഇഷ്ടപ്പെട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പറാട്ടയാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.